ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്, മാനിഫെസ്റ്റേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന ആ ഒരു പ്രോസസ്സ്. എൻ്റെ ചാനലിലെ വീഡിയോകൾ സ്ഥിരമായി കാണുന്ന എൻ്റെ ഈ കൊച്ചു കുടുംബത്തിലെ അംഗങ്ങളായ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അത് നല്ലൊരു ജോലിയാകാം, സമാധാനമുള്ള കുടുംബമാകാം, അല്ലെങ്കിൽ സാമ്പത്തികമായ ഉയർച്ചയാകാം. ഇതൊന്നും നടക്കാതെ പോകുമ്പോൾ നമ്മൾ ആദ്യം കുറ്റം പറയുന്നത് നമ്മുടെ വിധിയാണല്ലേ. നമ്മളിൽ പലരും മാനിഫെസ്റ്റേഷൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാകും, പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാകും, വീഡിയോസ് കണ്ടിട്ടുണ്ടാകും, കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും. എന്നിട്ടും പലരും പറയുന്നത് കേൾക്കാം, ഇതൊന്നും പ്രായോഗികമല്ല, വെറും തട്ടിപ്പാണെന്നാണ്. അതായത് മാനിഫെസ്റ്റേഷൻ പരീക്ഷിച്ചിട്ട് പരാജയപ്പെട്ടു എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗവും. അങ്ങനെയല്ലേ? സത്യത്തിൽ ഈ മാനിഫെസ്റ്റേഷൻ പരാജയപ്പെടാറുണ്ടോ, അതോ നമ്മൾ അത് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റ് പറ്റുന്നുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മാനിഫെസ്റ്റേഷനിൽ നമ്മൾ വരുത്തുന്ന 10 പ്രധാന തെറ്റുകളെ കുറിച്ചാണ്. സത്യത്തിൽ ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല എന്നതാണോ ഇവിടെ പ്രശ്നം? എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. മാനിഫെസ്റ്റേഷൻ അതിശയിപ്പിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഇന്നത്തെ ജീവിതം നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ റിസൾട്ടാണ്. പക്ഷേ ആ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രം. നമ്മൾ ലക്ഷ്യത്തിലേക്ക് അമ്പെയ്യുമ്പോൾ ചെറിയ ചില പിഴവുകൾ സംഭവിക്കുന്നുണ്ട്. ആ പിഴവുകളെ നമുക്ക് 10 തെറ്റുകൾ എന്ന് വിളിക്കാം. ഇവിടെ തെറ്റുകൾ എന്ന് കേൾക്കുമ്പോൾ പേടിക്കണ്ട, നമ്മൾ ലക്ഷ്യത്തിൽ നിന്നും അല്പം മാറിപ്പോകുന്നു എന്ന് മാത്രം. ഈ 10 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ തെറ്റ് എന്താണെന്ന് പറയട്ടെ. മാനിഫെസ്റ്റേഷൻ പുതിയതായി തുടങ്ങേണ്ട ഒന്നാണെന്ന് കരുതുന്നത്. പലരും വിചാരിക്കുന്നത്, ഓക്കെ, നാളെ രാവിലെ മുതൽ 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ മാനിഫെസ്റ്റേഷൻ തുടങ്ങാൻ പോവുകയാണ് എന്നാണ്. അല്ലെങ്കിൽ പലരും പറയും, ഞാൻ അടുത്ത തിങ്കളാഴ്ച മുതൽ മാനിഫെസ്റ്റേഷൻ തുടങ്ങാൻ പോവുകയാണ് എന്ന്. ഒരു പുതിയ ശീലം തുടങ്ങുന്നത് പോലെയാണ് പലരും ഇതിനെ കാണുന്നത്. അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. ഈ മാനിഫെസ്റ്റേഷൻ എന്നത് നമ്മൾ ഒരു പ്രത്യേക സമയത്ത് തുടങ്ങുന്ന ഒരു എക്സസൈസ് പോലെയല്ല. എന്നാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാത്ത ഒരു നിമിഷം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. നമ്മൾ ശ്വസിക്കുന്നത് പോലെയാണത്. നിങ്ങൾ ജനിച്ച അന്ന് മുതൽ ഓരോ നിമിഷവും നിങ്ങൾ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം, അത് നല്ലതായാലും മോശമായാലും, നിങ്ങൾ ഇത്രയും കാലം കൊണ്ടു നടന്ന ധാരണകൾ കാരണം ഉണ്ടായതാണ്. അതായത് ഒരു പുതിയ വീട് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ മാത്രം ചെയ്യുന്ന ഒന്നല്ലത്. നിങ്ങൾ എപ്പോഴും ഒരു റേഡിയോ സ്റ്റേഷൻ പോലെ സിഗ്നലുകൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ ജോലി, ഇതെല്ലാം വർഷങ്ങളായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന ചിന്തകളുടെയും വിശ്വാസങ്ങളുടെയും ഫലമാണ്. ഞാൻ 6 മാസമായി മാനിഫെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ടും ഒന്നും മാറിയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനർത്ഥം അവർ പുറമേ ചില ടെക്നിക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിലെ അവനവനെ കുറിച്ചുള്ള ധാരണ മാറ്റിയിട്ടില്ല എന്നതാണ്. ഉള്ളിൽ ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പുറമേ സമൃദ്ധിയെക്കുറിച്ച് എഴുതിയിട്ട് ഒരു കാര്യവുമില്ല. ഉള്ളിലെ ആ പഴയ നിങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ പുറത്തെ ലോകവും മാറില്ല. അപ്പോൾ ഒന്നാമത്തേത്, മാനിഫെസ്റ്റേഷൻ പുതിയതായി തുടങ്ങേണ്ട ഒന്നാണെന്ന് കരുതുന്നത്. ഇനി രണ്ടാമത്തേത്, സ്വന്തം വ്യക്തിത്വം മാറ്റാതെ ഫലം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അതായത് പഴയ ആളായി ഇരുന്നു കൊണ്ട് പുതിയ ജീവിതം ആഗ്രഹിക്കുക. നിങ്ങൾക്ക് കോടീശ്വരനാവണം എന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ചിന്ത ഇപ്പോഴും എൻ്റെ കയ്യിൽ പണമില്ല, ഞാൻ പാവമാണ് എന്നാണെങ്കിൽ അവിടെ ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഘട്ടം. നമുക്ക് പുതിയ ജീവിതം വേണം, പക്ഷെ ആ ജീവിതത്തിന് അനുയോജ്യമായ ഒരാളായി മാറാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ പഴയ ആൾ തന്നെയായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു പാത്രം പോലെയാണ്. ഒരു ചെറിയ ഗ്ലാസ്സിലേക്ക് ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു പാത്രത്തിൽ എത്ര വെള്ളം കൊള്ളും എന്നത് ആ പാത്രത്തിന്റെ വലിപ്പത്തെ ആശ്രയിച്ചിരിക്കും. നിങ്ങളുടെ ഐഡന്റിറ്റി ആണ് ആ പാത്രം. നിങ്ങൾ നിങ്ങളെ തന്നെ ഭാഗ്യമില്ലാത്തവൻ അല്ലെങ്കിൽ കഷ്ടപ്പെടാൻ ജനിച്ചവൻ എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ വിജയങ്ങൾ പോലും പെട്ടെന്നില്ലാതാകും. മാനിഫെസ്റ്റേഷൻ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നുവോ അത് കൃത്യമായി നിങ്ങളുടെ മുന്നിലെത്തിക്കും. അതായത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നുവോ അത് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരൂ എന്ന്.
വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ പരാജയത്തെ പേടിച്ചിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ആ ഭയത്തെയാണ് സത്യമാക്കുന്നത്. പുതിയ ഫലം വേണമെങ്കിൽ ആദ്യം ആ ഫലം അനുഭവിക്കാൻ യോഗ്യനായ പുതിയ ആളായിട്ട് നിങ്ങൾ മാറണം. അതുകൊണ്ട് റിസൾട്ടിന് പിന്നാലെ പോകുന്നതിന് മുൻപ് ഞാൻ ആരാണ് എന്ന് സ്വയം ചോദിക്കുക. ഇനി മൂന്നാമത്തേത്, സംശയത്തെ മറികടക്കാൻ ടെക്നിക്കുകളെ ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ പേടിയും സംശയവും മറയ്ക്കാൻ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത്. പലരും വിചാരിക്കുന്നത് കൂടുതൽ തവണ അഫർമേഷൻസ് എഴുതിയാലോ അല്ലെങ്കിൽ കൂടുതൽ സമയം വിഷ്വലൈസ് ചെയ്താലോ ഫലം കിട്ടുമെന്നാണ്. ഇത് പലപ്പോഴും അമിതമായ പരിശ്രമമാണ്. നിങ്ങൾ എപ്പോഴാണ് അമിതമായിട്ട് പരിശ്രമിക്കുന്നത്? ഉള്ളിൽ ഭയവും സംശയവും ഉള്ളപ്പോൾ മാത്രം, അല്ലേ? ഈ ടെക്നിക്കുകൾ വിശ്വാസം ഉണ്ടാക്കാനുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ വിശ്വാസത്തെ പ്രകടിപ്പിക്കാനുള്ളതാണ്. സത്യത്തിൽ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കാനുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഉറപ്പാണ് വേണ്ടത്. അല്ലാതെ ക്ഷീണിക്കുന്നത് വരെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് മാനിഫെസ്റ്റേഷൻ അല്ല, അത് സ്ട്രെയിനാണ്. അമിതമായ ഈ ഓട്ടം നിർത്തുക. മാനിഫെസ്റ്റേഷൻ ശരിക്കും ഹാർഡ് വർക്ക് അല്ല, അതൊരു മാനസിക അവസ്ഥയാണ്. ഈ ടെക്നിക്കുകൾ, അതായത് അഫർമേഷൻ ആയാലും വിഷ്വലൈസേഷൻ ആയാലും, അതൊക്കെ ഒരിക്കലും നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനുള്ളതല്ല, മറിച്ച് നിങ്ങൾക്ക് ഉള്ളിലുള്ള ആ ഉറപ്പിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ളതാണ്. ഉള്ളിൽ മുഴുവൻ ടെൻഷനും സംശയവും വെച്ചിട്ട് പുറമേക്ക് പോസിറ്റീവായിട്ട് അഭിനയിച്ചിട്ട് കാര്യമില്ല. സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ ഹാർഡ് വർക്ക് അല്ല നോക്കുന്നത്, മറിച്ച് നിങ്ങളുടെ കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾ എത്രത്തോളം റിലാക്സ്ഡ് ആയി ഈ പ്രോസസ്സിനെ കാണുന്നു എന്നതാണ് കാര്യം. ഇനി നാലാമത്തേതാണ് തെളിവുകൾക്കായിട്ട് പുറം ലോകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് മാറ്റമുണ്ടോ എന്ന് ചുറ്റും നോക്കി നടക്കുക. ഇതാണ് മിക്കവരും ചെയ്യുന്ന തെറ്റ്. നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കും, എന്നിട്ട് അടുത്ത നിമിഷം മുതൽ ചുറ്റും നോക്കാൻ തുടങ്ങും. എന്തെങ്കിലും മാറ്റമുണ്ടോ, ആരെങ്കിലും വിളിച്ചോ, പണം വന്നോ. നമ്മൾ വിചാരിക്കും ഞാൻ പോസിറ്റീവായി ചിന്തിച്ചു തുടങ്ങിയിട്ട് 3 ദിവസമായി, പക്ഷേ എനിക്കൊന്നും നടക്കുന്നില്ലല്ലോ എന്ന്. സത്യല്ലേ? അപ്പോൾ എൻ്റെ കൂട്ടുകാരെ, നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന ലോകം നിങ്ങളുടെ പഴയ ചിന്തകളുടെ റിസൾട്ടാണ്. അത് മാറാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ നോക്കി സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന നിങ്ങൾ വീണ്ടും ആ പഴയ അവസ്ഥ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കണ്ണടച്ച് ഉള്ളിലെ ലോകത്തെ വിശ്വസിക്കുക. പുറത്തെ ലോകം തനിയെ മാറിക്കൊള്ളും. യഥാർത്ഥത്തിൽ ഈ ലോകം നിങ്ങളുടെ പഴയ ചിന്തകളുടെ പ്രതിഫലനമാണ്. അതായത് ഈ ലോകം നിങ്ങളുടെ പഴയ ചിന്തകളുടെ പ്രതിഫലനമാണ്. പുറത്തെ ലോകത്ത് മാറ്റം വരാൻ കാത്തിരിക്കുന്നത് മാനിഫെസ്റ്റേഷനെ സാവധാനത്തിലാക്കുകയുള്ളൂ. മാറ്റം നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുക, ലോകം അത് പിന്നീട് പ്രതിഫലിപ്പിക്കും. ഇനി 5-മത്തേത്, പ്രതീക്ഷയും ഉറപ്പും തമ്മിലുള്ള വ്യത്യാസം. എല്ലാം ശരിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ നല്ലതാ, പക്ഷേ മാനിഫെസ്റ്റേഷനിൽ ഈ ഹോപ്പ് എന്ന് പറയുന്നത് അല്പം അപകടകരമാണ്. കാരണം പ്രതീക്ഷ എപ്പോഴും ആ കാര്യത്തെ ഫ്യൂച്ചറിലേക്ക് ഇങ്ങനെ തള്ളിവിടുകയാണ്. ഇത് നടന്നില്ല, അല്ലെങ്കിൽ ഇന്ന് നടന്നില്ല, നാളെ നടന്നേക്കാം എന്നൊരു തോന്നൽ അതിലുണ്ട്. അതായത് ഈ പ്രതീക്ഷ അല്ലെങ്കിൽ ഹോപ്പ് എന്നത് കേൾക്കാൻ നല്ലതാണെങ്കിലും അത് സൂചിപ്പിക്കുന്നത് ആ കാര്യം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ല എന്നാണ്. ഇത് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നടക്കാതിരിക്കാനും സാധ്യതയുണ്ട് എന്നൊരു ഭയം കൂടി അതിനകത്തുണ്ട്. എന്നാൽ അസംഷൻ അഥവാ ഉറപ്പ്, എന്നാൽ ആ കാര്യം നടന്നു കഴിഞ്ഞു എന്ന ബോധ്യമാണ്. അതിൽ വലിയ ആവേശമോ വലിയ സങ്കടമോ ഉണ്ടാവില്ല. ഉദാഹരണത്തിന്, നാളെ സൂര്യൻ ഉദിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. അതിൽ നമ്മൾ വലിയ ആകാംക്ഷ കാണിക്കാറില്ല, അല്ലേ? ആ ഒരു സ്വാഭാവികതയാണ് മാനിഫെസ്റ്റേഷന് വേണ്ടത്. ഇനി 6-മത്തേത്, കഷ്ടപ്പാടിനെ സ്നേഹിക്കുന്നത് നിർത്തുക. നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, കഷ്ടപ്പെട്ടാലേ ഫലം കിട്ടൂ എന്ന്. ഇത് കേട്ട് കേട്ട് നമ്മുടെ ഉപബോധ മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചു പോയി, എളുപ്പത്തിൽ കിട്ടുന്നതൊന്നും ശരിയല്ല എന്ന്, അല്ലേ? നമ്മളിൽ പലരും കഷ്ടപ്പാടിനെ സ്നേഹിക്കുന്നു എന്നതാണ് സത്യം. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ വിജയിക്കൂ എന്ന വിശ്വാസം നമ്മുടെ ഉള്ളിൽ ആഴ്ന്നു കിടക്കുക. അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുമ്പോൾ നമുക്കൊരു വിശ്വാസക്കുറവ് തോന്നും, അല്ലേ? ഈ സമാധാനത്തോടെ കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്, അല്ലേ? കഷ്ടപ്പാട് നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണെങ്കിൽ
മാനിഫെസ്റ്റേഷൻ എപ്പോഴും തടസ്സങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ജീവിതം സുഗമമായി നീങ്ങുന്നത് സ്വാഭാവികമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചു തുടങ്ങണം. അതായത് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നടക്കുമ്പോൾ നമുക്കൊരു തരം കുറ്റബോധം തോന്നും. അങ്ങനെയല്ലേ? അതെ. ഇത്രയും പെട്ടെന്ന് ഇതെങ്ങനെ ശരിയായി എന്ന് നമ്മൾ അത്ഭുതപ്പെടും. ഈ ചിന്ത കാരണം നമ്മൾ അറിയാതെ തന്നെ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക. മാനിഫെസ്റ്റേഷൻ എന്നത് കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒന്നല്ല, ജീവിതം ആസ്വദിച്ച് ചെയ്യേണ്ട ഒന്നാണ്. എളുപ്പ വഴികളെയും ഭാഗ്യത്തെയും അംഗീകരിക്കാൻ പഠിക്കുക. ഇനി 7ാമത്തേത്, സാഹചര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കുന്നത്. അതായത് സാഹചര്യങ്ങളുടെ അടിമയാകുന്നത്. പലരും സാഹചര്യങ്ങളുടെ അടിമകളാണ്. കയ്യിൽ പണം ഉണ്ടെങ്കിൽ സന്തോഷിക്കും, ഇല്ലെങ്കിൽ സങ്കടപ്പെടും. അതായത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കുറവാണെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടുന്നു, പണം വന്നാൽ സന്തോഷിക്കുന്നു. ഇതിനർത്ഥം സാഹചര്യങ്ങളാണ് നിങ്ങളുടെ മൂഡ് തീരുമാനിക്കുന്നത് എന്നാണ്. ഇത് മാനിഫെസ്റ്റേഷന് എതിരാണ്. ഒരു ക്രിയേറ്റർ സാഹചര്യങ്ങളെ നോക്കിയല്ല തീരുമാനമെടുക്കേണ്ടത്. സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും ഉള്ളിൽ സമാധാനവും സമൃദ്ധിയും അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ ഉള്ളിലെ ലോകം പുറത്തെ ലോകത്തേക്കാൾ ശക്തമാകണം. ഇന്നത്തെ തടസ്സങ്ങൾ വെറും താൽക്കാലികമായ നിഴലുകൾ മാത്രമാണെന്ന് തിരിച്ചറിയുക. ഒരു മോശം ദിവസം ഉണ്ടാകുമ്പോൾ ഉടനെ എൻ്റെ മാനിഫെസ്റ്റേഷൻ പാളിപ്പോയി എന്ന് ചിന്തിക്കരുത്. പുറത്തെ ബഹളങ്ങൾ എന്തു തന്നെ ആയാലും ഉള്ളിലെ സത്യം മാറാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇനി 8ാമത്തേതാണ്, ഉള്ളിൽ തെറ്റായ ചിന്തകൾ വെച്ചുകൊണ്ട് പുറമേ ശരിയായ വാക്കുകൾ പറയുന്നത്. അതായത് നാവ് കൊണ്ടൊന്ന് പറയുക, മനസ്സുകൊണ്ട് മറ്റൊന്ന് ചിന്തിക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ വളരെ പോസിറ്റീവായി സംസാരിക്കും. പക്ഷെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയുന്നത് എന്താണ്? പണമില്ലാത്തതിനെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും പരാതിപ്പെടുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്നത് എന്താണ്? എനിക്ക് ഒന്നിനും കഴിയില്ല, എല്ലാവരും എന്നെ ചതിക്കുന്നു എന്നൊക്കെയാണോ? എങ്കിൽ നിങ്ങൾ എത്ര വലിയ പോസിറ്റീവ് വാക്കുകൾ പറഞ്ഞാലും കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിലെ സംഭാഷണങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് ഒത്തുപോകണം. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ വാക്കുകളെയല്ല, നിങ്ങളുടെ ഫീലിങ്സിനെയും ആന്തരിക സംഭാഷണങ്ങളെയുമാണ് ശ്രദ്ധിക്കുന്നത്. ആരും കാണാത്തപ്പോൾ നിങ്ങൾ ആരാണോ അതാണ് മാനിഫെസ്റ്റ് ആകുന്നത്. അതുകൊണ്ട് ഉള്ളിലെ സംസാരം ശ്രദ്ധിക്കാം. ഇനി 9ാമത്തേത്, അർഹതയുണ്ടോ എന്ന് സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ യോഗ്യനല്ല എന്ന തോന്നൽ. എനിക്ക് ഇത്രയും വലിയ കാറ് കിട്ടാൻ ഞാൻ ആരാണ്? ഞാൻ അത്ര വലിയ പുണ്യാളനൊന്നും അല്ലല്ലോ. ഈ ചിന്ത, ഇത്തരം ചിന്തകൾ മാനിഫെസ്റ്റേഷനെ തടയും. ഞാൻ ഇതിന് അർഹനാണോ? ഞാൻ അത്ര നല്ല മനുഷ്യനാണോ? എന്നൊക്കെയുള്ള ചിന്തകൾ പലരെയും പിന്നോട്ട് വലിക്കുന്നു. സത്യം പറഞ്ഞാൽ പ്രപഞ്ചം നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നോക്കിയല്ല ഒന്നും തരുന്നത്. ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് അർഹതയുണ്ടോ എന്നവർ ചിന്തിക്കാറൊന്നുമില്ല. അവരത് ചോദിക്കുന്നു, അത് വാങ്ങുന്നു. ആ ഒരു കുട്ടിത്തം നമുക്ക് വേണം. അർഹതയെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയരുത്. നിങ്ങൾ ജനിച്ചത് തന്നെ എല്ലാ നല്ല കാര്യങ്ങളും അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ്. ഇനി 10ാമത്തേത്, ഡിറ്റാച്ച്മെന്റ് എന്നാൽ താല്പര്യമില്ലായ്മയാണെന്നുള്ള തെറ്റിദ്ധാരണ. ഈ ഡിറ്റാച്ച്മെന്റ് എന്നാൽ ആഗ്രഹിക്കാതിരിക്കുക എന്നതല്ല, മറിച്ച് ആ കാര്യത്തിനായിട്ടുള്ള ആ ഒരു വെപ്രാളം ഒഴിവാക്കുക എന്നാണ്. ഒരു കാര്യം തീർച്ചയായും സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മുറുക്കി പിടിക്കില്ല. ഉദാഹരണത്തിന്, നിങ്ങളൊരു കടയിൽ നിന്നൊരു സാധനം ഓർഡർ ചെയ്തു, അത് വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. ആ ഉറപ്പാണ് ഡിറ്റാച്ച്മെന്റ്. അവിടെ ടെൻഷൻ ഇല്ല, വെപ്രാളമില്ല. അതായത് പിടിച്ചു വെക്കാതെ വിട്ടുകൊടുക്കുക, അത് നിങ്ങളിലേക്ക് വന്നോളും. ഞാൻ ഇതുവരെ 10 തെറ്റുകളാണ് പറഞ്ഞത്. ഒന്ന്, മാനിഫെസ്റ്റേഷൻ പുതിയതായി തുടങ്ങേണ്ട ഒന്നാണെന്ന് കരുതുന്നത്. 2ാമത്തേത്, സ്വന്തം വ്യക്തിത്വം മാറ്റാതെ ഫലം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അതായത് പഴയ ആളായി ഇരുന്നു കൊണ്ട് പുതിയ ജീവിതം ആഗ്രഹിക്കുക എന്നത്. 3ാമത്തേത്, സംശയത്തെ മറികടക്കാൻ ടെക്നിക്കുകളെ ആശ്രയിക്കുന്നത്. 4ാമത്തേത്, തെളിവുകൾക്കായിട്ട് പുറം ലോകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് മാറ്റമുണ്ടോ എന്ന് ചുറ്റും നോക്കി നടക്കുക. ഇനി 5ാമത്തേത്, പ്രതീക്ഷയും ഉറപ്പും തമ്മിലുള്ള വ്യത്യാസം. 6ാമത്തേത്, കഷ്ടപ്പാടിനോടുള്ള വൈകാരിക അടുപ്പം. അതായത് കഷ്ടപ്പാടിനെ സ്നേഹിക്കുന്നത് നിർത്തുക. 7ാമത്തേത്, സാഹചര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. അതായത് സാഹചര്യങ്ങളുടെ അടിമയാകരുത്. 8ാമത്തേത്, ഉള്ളിൽ തെറ്റായ ചിന്തകൾ വെച്ചുകൊണ്ട് പുറമേ ശരിയായ വാക്കുകൾ പറയുന്നത്. അതായത് നാവ് കൊണ്ടൊന്ന് പറയുക, മനസ്സുകൊണ്ട് മറ്റൊന്ന് ചിന്തിക്കുക. 9ാമത്തേത്, അർഹതയുണ്ടോ എന്ന് സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ യോഗ്യനല്ല എന്ന തോന്നൽ.
ഇനി 10ാമത്തേത് ഡിറ്റാച്ച്മെന്റ് എന്നാൽ താല്പര്യമില്ലായ്മയാണെന്നുള്ള തെറ്റിദ്ധാരണ. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. നിങ്ങളൊന്നും പുതിയതായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, മറിച്ച് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ആ പഴയ ശീലങ്ങൾ മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ പരാജയപ്പെടുന്നതല്ല, അത് നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് നൽകുന്നതാണ്. നിങ്ങൾ എവിടെയാണ് തെറ്റായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നത് എന്ന് അത് കാണിച്ചു തരുന്നു. അപ്പോൾ ഓർക്കുക, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങൾ ആരാണോ അതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇനി ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്